ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ജാങ്കോ സിഗ്നൽസ് എന്നത് എന്താണ്, അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജസ്റ്റ് എന്താ ഒരു സിഗ്നൽ കൊടുക്കുക എന്നൊരു മീനിങ് ഇല്ല. ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നുള്ളൂ. അതായത് ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നമ്മുടെ ആപ്ലിക്കേഷൻ എവിടെയെങ്കിലും നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങളും കൂടി നടക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിവിടെ ജാങ്കോ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയാ കൊടുത്തിട്ടുണ്ട് സിഗ്നൽസിനെ കുറിച്ച്. ഇപ്പൊ ഇവിടെ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് പലതരം സിഗ്നൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ സിഗ്നൽസ്, പിന്നെ മാനേജ്മെന്റ് സിഗ്നൽസ്, പിന്നെ റിക്വസ്റ്റ് റെസ്പോൺസ് സിഗ്നൽ, അങ്ങനെ പലതരം സിഗ്നൽസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഓരോ കാറ്റഗറിയിലും എന്താ പറയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് അവിടെ അവൈലബിൾ ആണ്. ഒന്ന് ഇവിടെ പ്രീ ഇനിറ്റ്, പോസ്റ്റ് ഇനിറ്റ്, പ്രീ സേവ്, പോസ്റ്റ് സേവ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രീ ഇനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ, അതിന് മുമ്പ്. പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് അതിന് ശേഷം. അതുപോലെ പ്രീ സേവ് എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റാബേസ് ടേബിളിലേക്ക് സേവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്. അതുപോലെ പോസ്റ്റ് സേവ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസിലേക്ക് എന്താ പറയുക ഒരു ടേബിളിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത ശേഷം. അതുപോലെ തന്നെ ഡിലീറ്റിന്റെ ഉണ്ട്, പോസ്റ്റിന്റെ ഉണ്ട്. M2M എന്ന് ഉദ്ദേശിക്കുന്നത് മെനി ടു മെനി ഫീൽഡിനെയാണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ആക്ച്വലി ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമിലർ ആണ്. അപ്പൊ അതിന്റെ യൂസേജും അതിന്റെ ക്രിയേഷനും എല്ലാം തന്നെ സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബേസിക്കലി ഇവിടെ നോക്കുന്ന മോഡൽ സിഗ്നൽസ് ആണ്. മോഡൽ സിഗ്നൽസിനകത്ത് ഈ പ്രീ സേവും പോസ്റ്റ് സേവും ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ആക്ച്വലി അതിനു മുമ്പ് ഒരു എന്താ പറയാ ഒരു യൂസ് കേസ് പറയാം. അപ്പൊ നമുക്കറിയാം ഓൾമോസ്റ്റ് ഏതൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യൂസർ ടേബിൾ ആവശ്യമായിരിക്കും. അപ്പോൾ ഇൻബിൽഡ് ആയിട്ട് നമുക്കൊരു യൂസർ ടേബിൾ കിട്ടുന്നുണ്ട്, പക്ഷെ അതത്ര എന്താ പറയാ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീൽഡും അതിനകത്ത് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമുക്കിപ്പോൾ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നമ്മുടെ കറന്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ പിന്നെ ഒരു യൂസർ പ്രൊഫൈൽ പിക്ചർ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ. ഇപ്പൊ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ആ ഇൻബിൽഡ് ആയിട്ടുള്ള യൂസർ ടേബിളിൽ തന്നെ ഓവർ റൈഡ് ചെയ്ത് നമുക്ക് അതിനകത്ത് കൂടുതൽ ഫീൽഡ്സ് ആഡ് ചെയ്യാം. അതിനേക്കാൾ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അല്ല അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ പ്രൊഫൈൽ എന്നോ പേരിൽ വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു പുതിയ ടേബിളിൽ ഒരു യൂസർ ഫീൽഡ് കൊടുക്കും, ഒരു ഫോറിൻ കീ ഫീൽഡ്. പഴയ ടേബിളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഫോറിൻ കീ ഫീൽഡ് കൊടുക്കും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് വരുന്നു, ഒരു പുതിയൊരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എടുത്തിട്ട് യൂസർ പ്രൊഫൈൽ, അതായത് യൂസർ ടേബിൾ, സാധാരണ ഇൻബിൽഡ് ആയിട്ടുള്ള യൂസർ ടേബിളിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഇൻസ്റ്റൻസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രണ്ടാമത്തെ ടേബിളിൽ വീണ്ടും ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആക്ച്വലി രണ്ട് ടേബിൾ നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടിലും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ ഒരു വെബ്സൈറ്റിൽ ഒരു ഫോമിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വർക്ക് ചെയ്യും. പക്ഷെ നമുക്കൊരു ഇൻബിൽഡ് ആയിട്ടൊരു അഡ്മിൻ പാനൽ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതായത് നമ്മളിപ്പോൾ നമ്മുടെ അഡ്മിൻ പാനലിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം, യൂസർ മാത്രം ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ ഈ പ്രൊഫൈലോ അല്ലെങ്കിൽ പിന്നെ ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മളുടെ പ്രൊജക്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറെ ഒന്നുമില്ല, ഒരു പുതിയൊരു ടേബിൾ മാത്രമേ ഉള്ളൂ, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. അതിനകത്ത് രണ്ട് ഫീൽഡേ ഉള്ളൂ. ഇപ്പോൾ ഒന്നാമത്തെ യൂസർ ടേബിൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ യൂസർ ടേബിളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഫോറിൻ കീ ഫീൽഡ്. രണ്ടാമത്തെ ജസ്റ്റ് ഫസ്റ്റ് നെയിം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സെർവർ റണ്ണിങ് ആണ്, ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഓക്കെ, ഇവിടെ അക്കൗണ്ട്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് നേരത്തെ കാണിച്ചെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു പുതിയൊരു യൂസർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിവിടെ ജോൺ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. പാസ്വേഡ് ഞാൻ ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്തു. അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നോക്കി അറിയാം, യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ജോൺ എന്ന് പറഞ്ഞ്. പക്ഷെ അക്കൗണ്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇൻസ്റ്റൻസ് അവിടെ ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, ഇതിൽ നിന്ന് ജോൺ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് തന്നെ ജോൺ എന്ന് വല്ലതും കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വരും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ട ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതല്ല. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന സിഗ്നലുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സാധാരണ ഒരു ഫംഗ്ഷൻ പോലെ തന്നെയാണ്. അപ്പോൾ ആക്ച്വലി സിഗ്നൽ എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് പറയുന്നത് സെൻഡർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്. സെൻഡർ എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് എവിടെ നിന്നാണ് അത് സെൻഡ് ചെയ്യുന്നത്, അതായത് ഏതൊരു ഇൻസിഡന്റ് ആണ് ഈ ഒരു സിഗ്നലിനെ കോൾ ചെയ്യാൻ വേണ്ടി എന്താ പറയുക സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു
എന്താ പറയുക സെന്റർ എന്ന് പറയുന്നത്. റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ഇതിന്റെ മാറ്റം എക്സ്ട്രാ മാറ്റം നടക്കേണ്ടതെന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഇവിടുത്തെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ മോഡൽ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. മോഡൽ സിഗ്നൽ നമ്മൾ ഓൾറെഡി കണ്ടു. അതിലിപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് സേവിൽ നിന്ന് സെറ്റ് ചെയ്യാം. അതായത് പോസ്റ്റ് സേവ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഡേറ്റ സേവ് ചെയ്ത ശേഷം, അപ്പോൾ എവിടെയാണ് യൂസർ ടേബിളിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ സേവ് ചെയ്ത ശേഷം മാത്രം അക്കൗണ്ട്സിൽ ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റ് സേവ് എന്ന് പറഞ്ഞ സിഗ്നലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഇവിടെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ മോഡൽസിനകത്ത് തന്നെ ആഡ് ചെയ്യാം. അതെല്ലാം കുറച്ചുകൂടി എഫിഷ്യൻസിക്ക് അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഒരു റീഡബിലിറ്റിക്ക് നമുക്കൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ വേറൊരു സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എങ്ങനെ നമ്മുടെ മോഡൽസിനുള്ളിൽ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു സംഭവം ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം django.db.models import എന്താണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? ഇമ്പോർട്ട് നമുക്ക് പോസ്റ്റ് സേവ് മാത്രമല്ല നമുക്ക് നോക്കി അറിയണം. പോസ്റ്റ് ഡിലീറ്റ്, പോസ്റ്റ് ഇനിറ്റ്, പോസ്റ്റ് മൈഗ്രേറ്റ്, പോസ്റ്റ് സേവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി അറിയാം. ലിസ്റ്റ് ഓഫ് എല്ലാ ടൈപ്പ് എന്താ പറയുക അത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഒരു ഇത് നമുക്കറിയാം. അതായത് എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ഇവിടെ ഉണ്ട്. നമുക്കിവിടെ വേണ്ടത് പോസ്റ്റ് സേവ് ആണ്. പോസ്റ്റ് സേവ് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ആക്ച്വലി ഇതൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്തോളൂ. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്താ പറയുക AC ക്രിയേറ്റ് എന്ന് എന്തെങ്കിലും പേര് കൊടുക്കുക. അത് പേരൊരു ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ അതിന് കുറച്ച് ആർഗ്യുമെന്റ്സ് നമ്മൾ പാസ് ചെയ്യണം. ഒന്ന് സെൻറ്റർ വേണം, നമുക്ക് ഇൻസ്റ്റൻസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ക്രിയേറ്റഡ് ഒരു ബൂളിയൻ വാല്യൂ ആണ്. ക്രിയേറ്റ് ചെയ്ത് അതായത് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണോ അല്ലയോ എന്നുള്ളതിന്. പിന്നെ കീവേഡ് ആർഗ്യുമെന്റ്സ് നമ്മൾ കൊടുത്തു. കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് എത്ര വേണമെങ്കിൽ കൊടുക്കുന്നത്. നമുക്ക് അറിയില്ല എത്ര എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കീവേഡ് ആർഗ്യുമെന്റ്സ് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ പാരാമീറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു കീവേഡ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നെയിം ഈസ് ഈക്വൽ ടു ജോൺ എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു ഇത് കൊടുത്തിട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് വേണം കൊടുക്കാനെന്ന് മാത്രം. നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇത്രയാണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഈഫ് ക്രിയേറ്റഡ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അതായത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ. ആക്ച്വലി ഈ സംഭവം നമുക്ക് എപ്പോഴും കോൾ ചെയ്യും. കാര്യം പോസ്റ്റ് സേവ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്താ പറയുക ഡാറ്റാബേസിൽ പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ ചില സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ പറയുക ഒരുമാതിരി ക്രിയേറ്റ് പോലത്തെ ഒരു ഓപ്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അത് അവിടെ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലും സേവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു ഇൻസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ അവിടെ ഒരു മാറ്റം നമ്മളിപ്പോൾ ഒരു സ്പെസിഫൈ ചെയ്യുന്ന ആ സെന്റർ ആയിട്ടുള്ള ഡാറ്റാബേസിൽ അല്ലെങ്കിൽ പിന്നെ ആ ടേബിളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലും ഈ ഒരു എന്താ പറയാ ഒബ്ജക്റ്റിനെ കോൾ ചെയ്യും. നമ്മളിവിടെ ഈഫ് ക്രിയേറ്റഡ് എന്ന് നോക്കാൻ കാരണം അതായത് ജസ്റ്റ് ഫസ്റ്റ് ടൈം മാത്രം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ആദ്യമേ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, ആ സമയത്ത് ഇവിടെ എന്താ പറയുക ഈ പറയുന്ന അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിനകത്ത് ഒരു ഇൻസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിന്ന ഒരുപാട് ഇൻസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ആകും. അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണോ അല്ലയോ എന്ന് ജസ്റ്റ് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നോക്കുകയാണ് ഇവിടെ നമ്മളിപ്പോൾ അക്കൗണ്ട്സ് ഡോട്ട് ജസ്റ്റ് ഇതിന് പകരം നമുക്ക് അക്കൗണ്ട്സ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഈ പറഞ്ഞ ഡേറ്റ വേണമെങ്കിൽ കൊടുക്കാം. യൂസർ ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻസ്, ഐ തിങ്ക് ഇൻസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇൻസ്റ്റൻസ് ചെറിയ സ്പെല്ലിംഗ് തെറ്റുണ്ട്. ഇൻസ്റ്റൻസ് ഓക്കെ, ഇൻസ്റ്റൻസ് കൊടുത്തു. ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിൽ ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം ഈസ് ഈക്വൽ ടു str ഓഫ് ഓക്കെ, ജസ്റ്റ് ഇത്രയും നമ്മൾ കൊടുത്തു. ആക്ച്വലി ഇതിന് പകരം നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ യൂസർ ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഇതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു പ്രിന്റ് ഇവിടെ പ്രിന്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്ര ലോജിക്കാണ് എല്ലാത്തേക്ക് ആഡ് ചെയ്യാൻ, അതിനുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് പോസ്റ്റ് സേവ് ഓൾറെഡി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് സേവ് നമ്മൾ postSave.connect കണക്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അതായത് ജസ്റ്റ് ആ കണക്ട് ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടത്, നമുക്ക് സെന്റർ ആണ് വേണ്ടത്. സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷൻ ആണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ആ ഫംഗ്ഷനെ അവിടെ മെൻഷൻ ചെയ്തു. അതിനുശേഷം നമുക്ക്
ആക്ച്വലി നമ്മൾ ആ സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് സെന്റർ അല്ല, ഇതിപ്പോ ആക്ച്വലി ഇതിന് ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, ഇൻസ്റ്റൻസ് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സെന്റർ ഈസിക്കലി ഏത് ടേബിളിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത് നോക്കുക. അത് സെന്റർ ഞാൻ ഇവിടെ കൊടുത്തു. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കൊടുക്കാൻ കാണുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് നോക്കാം. EC_create. ഓക്കെ, നമ്മൾ നേരത്തെ ഇവിടുന്ന് കട്ട് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്യും, ടേബിളിൽ വന്നു ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ അതിന് മുമ്പ് ഞാനിപ്പോൾ ഒരു ഓക്കെ ഈ സാധനം തൽക്കാലം പാസ്വേഡ് ആക്കാൻ വേണ്ടി ജസ്റ്റ് കോപ്പി ചെയ്യണം ഇവിടുന്ന്. സ്ട്രോങ് ആയിട്ട് പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ ജാങ്കോ സമ്മതിക്കില്ല, അതുകൊണ്ട് കൊടുക്കാം. സേവ് ചെയ്തു. സേവ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പോസ്റ്റ് സേവ് എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യുന്നത്. പ്രീ സേവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ. പ്രീ സേവ് എന്ന് പറയുന്ന സമയത്ത് അതിന് മുമ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതിന് നേരെ തിരിച്ച് ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, അവിടെ എന്താ പറയാ യൂസർ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ അക്കൗണ്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് അതിനു മുമ്പ് നമുക്ക് അക്കൗണ്ട് വേണം. അക്കൗണ്ട് അല്ല, യൂസർ വേണം. യൂസർ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രീ സേവ് യൂസ് ചെയ്തിട്ട് എന്താ പറയാ അപ്പുറത്ത് കണക്ട് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ സേവ് കണക്ട് ചെയ്യാം. അപ്പൊ എന്താ ഒരു എറർ തന്നെ കാണിച്ചു തരാം. പ്രീ സേവ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ പ്രീ സേവ് കൊടുത്തു. ഓക്കെ, ഞാൻ പ്രീ സേവ് കൊടുത്തു. ജസ്റ്റ് നമുക്കൊന്ന് ഓക്കെ അത് റീലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസറിലേക്ക് ചെന്നു. ന്യൂ യൂസർ. ഓക്കെ, ന്യൂ യൂസർ എന്ന് കൊടുത്തു. പാസ്വേഡ് കൊടുത്തു. സേവ് കൊടുത്തു. ഓക്കെ, 1 ആർഗ്യുമെന്റ് മിസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ക്രിയേറ്റഡ് ആയിട്ട്. അതായത് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റഡ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളിവിടെ എങ്ങനെയാണോ പോസ്റ്റ് സേവ് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് പ്രീ സേവും സെറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ മാത്രമല്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു എന്താ പറയുക സെപ്പറേറ്റ് ഫയലിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഇതല്ലാതെ ഇതിനകത്ത് തന്നെ വേറൊരു ഓപ്ഷനിൽ നമുക്ക് കോൾ ചെയ്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ പോസ്റ്റ് സേവ് ഡോട്ട് കണക്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഇതിന് പകരം ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്ത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാണ്. ഞാൻ കമന്റ് ചെയ്തിട്ട് ഇവിടെ ഫ്രം Django dot dispatch import receiver, അതായത് റിസീവർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ തന്നെ ഒരു @ കൊടുത്ത് നമ്മളൊരു ഡെക്കറേറ്റർ ഉണ്ട്. ഡെക്കറേറ്റർ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഇവിടെ ആദ്യം നമ്മൾ ഏത് ടൈപ്പ് എന്താ പറയാ സിഗ്നലാണ് വേണ്ടത്, പോസ്റ്റ് സേവ്, അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. പിന്നെ സെൻറ്റർ എന്ന് പറഞ്ഞത് എന്താണ്, സെൻറ്റർ ഈസിക്കൽ യൂസർ. ഓക്കെ, സെൻറ്റർ യൂസർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ സാധനം നമുക്ക് ആവശ്യമില്ല. ഈ പറയുന്ന പോസ്റ്റ് സേവ് എന്നുള്ള സാധനം ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കമന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സംഭവം നമുക്ക് ഓക്കെ ഇത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയത് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ അക്കൗണ്ട് ന്യൂ യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ന്യൂ യൂസർ. ഞാനിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ന്യൂ യൂസർ വന്നിട്ടുണ്ട്. അക്കൗണ്ട്സ് ചെന്ന് നോക്കിയാൽ നമ്മുടെ ന്യൂ യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് മെത്തേഡും ആക്ച്വലി സിമിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് എന്ന് തോന്നി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ഒരു വേറൊരു ഫയലിലേക്ക് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഡെമോ പർപ്പസ് ആയതുകൊണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ വലിയൊരു ആപ്ലിക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിനകത്ത് തന്നെ എന്താ പറയാ ഒരുമാതിരി അവയിൽ വരുമോ എല്ലാം കൂടി ഒരിടത്ത്, അതത്ര നല്ലൊരു ഏർപ്പാടല്ല. സോ അത്തരം സന്ദർഭങ്ങളിൽ ഇപ്പൊ വേറെ കാര്യം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഈഫ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് മാറ്റം വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ എൽസ് പാർട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈഫ് നോട്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, മനസ്സിലായി വരുന്നത് എന്തായാലും അങ്ങനെ കൊടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ഫയലിലേക്ക് ഈ സാധനം ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഹോമിൽ തന്നെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. signals.py എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന് നമുക്ക് ഈ പറയുന്ന യൂസർ മോഡൽസ് വേണം, പോസ്റ്റ് സേവ് വേണം. പിന്നെ നമുക്ക് ഈ കറണ്ട് എന്താ പറയുക ഇതും വേണം, ഫ്രം ഹോം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട്. അതിൻ്റെ പേരെന്താണ്, അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ ചെയ്ത അതേ സാധനം തന്നെ കോപ്പി ചെയ്യാം, ഇവിടുന്ന് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ റിസീവർ എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യ റിസീവർ എന്ത് ചെയ്യും,
ഓക്കെ, റിസീവർ കോപ്പി ചെയ്തു. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വർക്ക് ചെയ്യണതിന് ചില കാര്യങ്ങളും കൂടി നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് ചില മാറ്റങ്ങൾ, അതായത് നമ്മുടെ മെയിൻ എന്താ പറയുക പ്രൊജക്റ്റ് ഡയറക്ടറിയിലേക്ക് ഇല്ലേ, അതിനകത്ത് നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ആപ്സ് അല്ല, ആപ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇവിടെ ഇത്. ഓക്കെ, സോറി, അവിടെയല്ല ആപ്സ്, നമ്മുടെ ഹോമിനകത്താണ് ആപ്സ് എന്ന് പറഞ്ഞിട്ട്. ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു apps.py പറഞ്ഞൊരു ഫയൽ ഉണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പക്ഷേ ചില മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തണമെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. റെഡി എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൊടുത്തു. സെൽഫ് എല്ലാം സെറ്റാണ്. ഇമ്പോർട്ട് തൽക്കാലം വേണ്ട, നമുക്ക് ഇഷ്ടമല്ല. സെൽഫ് കൊടുത്തു, നമ്മളൊരു ഇമ്പോർട്ട് കൊടുക്കും. സോറി, ഇമ്പോർട്ട് ആപ്പ് നെയിം. അതായത് ആപ്പ് നെയിം എന്താ, നമ്മുടെ ഹോം എന്നാണ് ആപ്പ് നെയിം, home.signals. അതുപോലെ തന്നെ വേറെ കാര്യം കൂടിയുണ്ട്, നമ്മുടെ settings.py എന്ന ഫയൽ എടുക്കുക. അതിനകത്ത് നമ്മൾ നോക്കിയാൽ നമ്മൾ സാധാരണ ഇവിടെ ഇൻസ്റ്റാൾ ആപ്പ് കൊടുക്കും, ജസ്റ്റ് അതിന്റെ പേര് മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ആക്ച്വലി കൊടുക്കേണ്ട മറ്റൊരു രീതിയും കൂടി ഉണ്ട്. നമ്മുടെ ആപ്പ് നെയിം ഡോട്ട് ആപ്സ്, ഇപ്പൊ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത ഫയൽ apps.base config, അതായത് ഇവിടെ നോക്കിയാൽ അറിയാം ബേസ് കോൺഫിഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്ത് ആക്ച്വലി ഓക്കെ, ആപ്സ്. ഓക്കെ, ഇതാണ് ബേസ് കോൺഫിഗ് എന്ന് പറയുമ്പോൾ ആപ്പ് കോൺഫിഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഹോം കോൺഫിഗ് എന്നാണ്. അപ്പോൾ ആ ഹോം കോൺഫിഗ് കൊടുക്കുക, ബേസ് എല്ലാം ആണ് കൊടുക്കേണ്ടത്. ഹോം കോൺഫിഗ് കൊടുക്കുക, ഹോം കോൺഫിഗ് സ്പെല്ലിങ്. ഓക്കെ, ഹോം കോൺഫിഗ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. കൊടുക്കുക, സേവ് ചെയ്യുക. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ വേറെ ഒന്നുമില്ല. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഇവിടെ വരുന്നു, വീണ്ടും ഇവിടെ പോകുന്നു, സം യൂസർ. ഓക്കെ, സം യൂസർ വരുന്നു, എന്തൊക്കെയോ ഒരു പാസ്വേഡ് കൊടുക്കുന്നു. സേവ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ടെന്നാണ് കാണുന്നത്. നമുക്ക് അക്കൗണ്ട്സിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും സം യൂസർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡാണ് ആക്ച്വലി. ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമല്ല, വേറെ സിഗ്നൽസ് നമുക്ക് ഇവിടെ ഉണ്ട്. ലൈക്ക് ഇവിടെ നോക്കി അറിയാം. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ, റിക്വസ്റ്റ് റെസ്പോൺസ്, റിക്വസ്റ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ ക്ലിക്കും ഓരോ റിക്വസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഓരോ റീലോഡിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ എല്ലാം ഓരോ റിക്വസ്റ്റ് ആണ്. ആ റിക്വസ്റ്റ് തുടങ്ങുന്ന സമയത്ത് എന്ത് വേണം, അല്ലെങ്കിൽ റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം, ഓക്കെ, അല്ലെങ്കിൽ റിക്വസ്റ്റ് എക്സെപ്ഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം, അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂയും കാര്യങ്ങളും വന്നു, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്, അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ മൈഗ്രേഷൻസ് ബേസ് ചെയ്ത് കുറച്ച് സംഭവങ്ങളുണ്ട്. എന്ത് ചെയ്ത് ഈ പറയുന്ന ഇനിറ്റ് മൈഗ്രേഷൻ, പ്രീ മൈഗ്രേറ്റ്, പോസ്റ്റ് മൈഗ്രേറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ജസ്റ്റ് അതുപോലെ ഈ ഇതൊന്ന് മൊത്തത്തിൽ നിന്ന് വായിച്ചു നോക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.